പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഗോവിന്ദൻ മാഷ് സാധാരണ പറയുക. 62 തവണ അദ്ദേഹം പറഞ്ഞു എന്നാണ് അത് ഡോക്യുമെൻ്റ് ചെയ്ത ആളുകൾ പറയുന്നത്. അതും അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്, ഒരു സ്റ്റെപ്പ് അഹെഡാണ്. പിന്നെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടില്ല, അതും ഒരു തിരിച്ചറിവായിരിക്കും. നമ്മളത് കാണും. വി ഡി സതീശൻ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഇലക്ഷനിലെല്ലാം അയാൾ വിജയിപ്പിക്കുകയാണ്. പക്ഷേ ഇപ്പുറത്ത് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതിനു ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വലിയ തോതിൽ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഇത് ആളുകൾ താരതമ്യം ചെയ്യും. ലീഡർഷിപ്പ് ഡെലിവറി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് വളരെ പ്രധാനമാണ്. അത് ഒരു കാലത്ത് പിണറായി വിജയൻ ഗംഭീരമായി അത് നടത്തിയിട്ടുണ്ട്. ലീഡർ എന്നുള്ള നിലക്ക് അതിൻ്റെ ഡിവിഡൻഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഈ പറയുന്ന ലീഡർഷിപ്പ് വാക്വം ഇടതുപക്ഷം സംഭവിക്കുകയും അപ്പുറത്ത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ലീഡർ എന്നുള്ള നിലക്ക് ഓരോ ദിവസവും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു, ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുന്നു, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഇത് നമ്മളെ കമ്പാരിസൺ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ നടക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൻ്റെ ഡീറ്റെയിൽഡായ ഒരു സംഗതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്. പക്ഷെ ഇന്ന് വൈകുന്നേരം സംസാരിക്കുമ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എടുക്കാവുന്ന 1-2 പോയിന്റുകളാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു. എന്നെ ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്നൊരു കാര്യം അദ്ദേഹം പരാജയം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കനത്ത പരാജയമാണ് സംഭവിച്ചിരിക്കുന്നതെന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു ചരിത്രപരമായ സന്ദർഭമാണ്. അടിത്തറ ഭദ്രം എന്നാണ് ഇവർ സാധാരണ പറയുക, അത് പറഞ്ഞിട്ടില്ല. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഗോവിന്ദൻ മാഷ് സാധാരണ പറയുക. 62 തവണ അദ്ദേഹം പറഞ്ഞു എന്നാണ് അത് ഡോക്യുമെൻ്റ് ചെയ്ത ആളുകൾ പറയുന്നത്. അതും അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്, ഒരു സ്റ്റെപ്പ് അഹെഡാണ്. പിന്നെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടില്ല, അതും ഒരു തിരിച്ചറിവായിരിക്കും. അതുകൊണ്ട് അവർ ശരിയായ വിശകലനത്തിലേക്ക് കടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.